അപ്പോൾ ഹലോ ഗൈസ്, പി എഫ് ടെറിട്ടറി എന്ന് പറയുന്ന പുതിയ യൂട്യൂബ് ചാനലുമായിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ചെയ്യാൻ പോകണമെന്നല്ല നമ്മൾ. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ മെയിൻ ചെയ്യാൻ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം നമ്മൾ സാധനങ്ങളൊക്കെ എജ്ജാനേക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊന്നും കാട്ടില്ല, നമ്മൾ വില്ലേജ് മാറ്റും. നമ്മൾ ഈ വില്ലേജ് വിട്ട് പോകും, പിന്നെ വേറെ വില്ലേജ് പോകും. അത്ര തന്നെ പ്രശ്നമാണ് തീർന്നത്. അപ്പോൾ നമ്മൾ ഇനി മെയിൻ ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊക്കെ തന്നെ 2-ാം ദിവസമായിരിക്കും മെയിൻ ക്രാഫ്റ്റിൽ. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ട് പെട്ടെന്ന് തന്നെ എടുത്തത്. ഈ ക്യാമറയുടെ ഇഷ്യൂ കാരണം കൊണ്ട് പെട്ടെന്ന് ലോങ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ ചെറിയ രീതിക്കുള്ള വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പ്രാവശ്യം നമുക്ക് കേവ് മാറ്റി പിടിച്ചാലോ, നമുക്ക് വേറെ കേവ് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വല്ലാതെ സംസാരിച്ചിരുന്നില്ല കേട്ടോ. ഈ വീഡിയോയിലൊന്നും മെയിൻ ക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോയിലും വല്ലാതെ സംസാരിച്ചില്ല. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതേ കാലം, കുറേ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതേ കാലം. അപ്പോൾ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല. വെറുതെ പേടിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെവിടെ വെച്ചിട്ട് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമ്മൾ തൂടിപ്പോണ്ട് കേട്ടോ. വില്ലേജ് അവിടെ ഉണ്ട്. ഇവിടെ നമ്മളൊരു പെരയൊക്കെ കഴിച്ചാൽ ഉദ്ദേശിച്ചിട്ടുണ്ടോ. പിന്നെ നമ്മൾ വിട്ടേച്ച് അപ്പോൾ ഇനി നേരെ നമ്മൾ അങ്ങനത്തേലും പോകണ്ടേ. സാൻഡ് വാങ്ങണം. സാൻഡ് നമുക്ക് ഗ്ലാസ്സിനൊക്കെ അപ്പം ആവശ്യമില്ല. അതിന് ആവശ്യമില്ല, നമുക്ക് വേറെ അങ്ങനത്തിലൊക്കെ പോയിരിക്കാം. ഇവിടെ എവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വില്ലേജിൽ തന്നെ തിരിച്ചു പോകാം കേട്ടോ. ഒരു കേവും കാണാനില്ല. ഇനി കാണാണെങ്കിൽ കറങ്ങും ചെയ്താൽ പഴയ കേവിക്ക് ഇറങ്ങണോ. ഇനിയിപ്പോൾ ആ കേവിക്ക് ഞാൻ ഇറങ്ങി, പക്ഷെ വലിയ പ്രയോജനം ഉണ്ടായില്ല. പലയിടം നോക്കിട്ടോ നിങ്ങൾക്ക് കാണിച്ചാൽ തന്നെയായിട്ട് ഇറങ്ങണമെന്ന് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഇറങ്ങാൻ എഴുതിയത്. ഞാൻ ഇറങ്ങിയപ്പോൾ അതിൽ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഭാഗംപാടെ പരിശോധിച്ചിട്ട് വില്ലേജ് ആ ഭാഗത്തുണ്ട്. ഈ ഒരു ഭാഗംപാടെ പരിശോധിച്ചിട്ട് വില്ലേജിൻ്റെ ആ ഭാഗത്തേക്ക് പോവാം. ഇവിടെ ഇതൊക്കെ ഉണ്ട്, വാട്ടർ ലെവലും ഈ ഒരു ഭാഗംപാടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തുവെങ്കിലും തീരുമാനിക്കാം. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളെ 2ാമത്തെ പാർട്ടാണ്. പറ്റാവണ എത്രത്തോളം ഷെയറും ചെയ്തു. അപ്പം ഇനി ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ല, അത് പോയി കാണുക. നമ്മുടെ അടുത്ത് എന്തൊക്കെ ഉണ്ടായെന്ന് അന്നാളും അറിയാം. ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. ഇത് നമ്മൾ നെതറിക്ക് പോകേണ്ട സ്ഥലമാണ്. നെതറിക്ക് ഇങ്ങനെ പോകേണ്ടത്. അപ്പോൾ ഞാൻ നെതറിക്ക് എല്ലാവർക്കും അറിയാം. നെതറിക്ക് മെയിൻ ക്രാഫ്റ്റ് കളിച്ചിട്ടുള്ളവർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാം നെതറിക്ക് അങ്ങനെ പോകേണ്ടത്. അപ്പോൾ നെതറിക്ക് പോകേണ്ട ഒരു സ്ഥലം പോർട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. പോർട്ടലിൻ്റെ കല്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. കല്ലുപണി കഴിഞ്ഞിരിക്കണം. ഒന്ന് തിരിച്ചാൽ പോവാം. നമുക്ക് ഗോൾഡ് കൊണ്ട് ഹാർമറും കാര്യങ്ങളും ഉണ്ടാക്കണം. അതിൽ നെതർത്തോലി നമ്മളെടുത്ത് പൊരിച്ചു. നമുക്ക് പോവാം, ഉറപ്പാണ്. നമ്മൾ പോവും. നമ്മളുടെ കജ്ജൊക്കെ വെച്ച് റൈഡർ ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ, ഇതിലൊക്കെ നല്ല റൈഡ് ചെയ്യാണ്ടെങ്കിൽ. ഇത് എവിടെയും നല്ല കേവില്ല കേട്ടോ. പശ്ചാത്തലം തോന്നുന്നു, പശ്ചാത്തലം എന്തെങ്കിലും
ഇത്രയാണ് ട്രൈഡറല്ലേ അത് നല്ലൊന്നുമില്ല എന്തോ ട്രൈഡർ അവിടെ പോയി അടുത്ത ട്രൈഡർ ബ്രെഡോ നമ്മളിപ്പോഴും സർവൈവലാട്ടോ കളിക്കുന്നത് ക്രിയേറ്റീവിലൊന്നുമല്ല പിന്നെ നമ്മൾ മൊബൈലിലാണ് കളിക്കുന്നത് പോലും നമ്മൾ വലിയ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് അവിടെയും പോലെ പോയേക്കാം രാത്രി അവനെ ഇരിക്കുന്നു കേട്ടോ മിക്കവാറും നമുക്ക് പണി കിട്ടുന്നതന്നെ തോന്നുന്നത് പണി കിട്ടുന്ന വെച്ച് തോന്നുന്നുണ്ട് നല്ലോണം അത് നമ്മൾ നേരെ അങ്ങോട്ട് പോവാം ഇപ്പം ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഒരു കേവ് കണ്ടു കേട്ടോ പക്ഷേ ഇത് കേവ് ആണെന്ന് വെച്ചാൽ ഇപ്പോഴും സംശയമുണ്ട് വല്ലാതെ ഒന്നുമില്ല അങ്ങോട്ട് വലിപ്പമല്ല അങ്ങോട്ട് ഇത് നേരെ പുറത്തേക്ക് ഇങ്ങോട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ബ്രൈനസ് വേണമെങ്കിൽ കൂട്ടിത്തരാം കേട്ടോ ടോർച്ചിലും ബ്രൈനസ് എന്തെങ്കിലും അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കും കേട്ടോ ഇവിടെ മറ്റേ സ്കെൽറ്റൻസ് സ്പോണാവുന്ന ഏരിയയാണ് അപ്പോൾ അതിൻ്റെ ശല്യം ഇനി കുറഞ്ഞിക്കണമെന്ന് തന്നെ കരുതുന്നു ഓ ഡയമണ്ടിൻ്റെ മറ്റേ കുതിരമ എന്തായാലും ഇതൊക്കെ എടുത്തേക്കാം കേട്ടോ എന്നാൽ ആവശ്യമില്ല വല ആവശ്യം ഉണ്ടായിരുന്നു ചിലമ്പിൽ ഇതില്ലേ അതൊക്കെ നമുക്ക് ആവശ്യം വരും അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം അപ്പോൾ നമ്മൾ വേറൊരു കേവിക്ക് എത്തിക്കണം കേട്ടോ ഗായ്സ് വേറൊരു കേവിക്ക് എത്തിക്കണം അതെ ഇവിടെ എന്താ ഇങ്ങനെ ഒരു സ്ഥലം ഇതൊന്നും ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് അയണ എടുക്കണം അയണം കൊണ്ട് ഇപ്പോൾ ഇല്ല പ്രയോജനമില്ല എന്നിട്ടൊക്കെ ഏതോ ഒരു കാലം ഞാൻ വന്നു കേട്ടോ ഈ മാപ്പിൽ ഞാൻ ആദ്യം കളിച്ചിരിക്കണം ഇതേപോലെ എന്താവട്ടെ കളിച്ചുകൊണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് പക്ഷെ അന്ന് മറ്റേ സ്കെൽട്ടൻ്റെ ഇതൊന്നും കണ്ടില്ല കേട്ടോ ഗൈസ് സ്കെൽട്ടൻ്റെ ഇതൊന്നും കണ്ടില്ല സത്യം പറഞ്ഞു അന്ന് കളിച്ചപ്പോൾ ഇപ്പം എങ്ങനെ കയറും What the hell? ഇവിടെ സോംബി അല്ല ക്രീപ്പർ പൊട്ടില്ല പൊട്ടി ക്രീപ്പർ പൊട്ടി രാത്രി ഗൈസ് What the hell? നമ്മളിനി ഇവിടുന്ന് പോകാട്ടോ വല്ലാതെ കൊണ്ട് വൈകിപ്പിച്ചില്ല വല്ലാതെ
ഇവിടെ കുടുങ്ങിയല്ലോ പഠിച്ചത്. എന്താ തന്നെ പിള്ളേര് വെച്ച് നോക്കിയിട്ട് കണ്ടാൽ നോക്കണം കാണണം. അല്ലെങ്കിൽ ഞാൻ കുടുങ്ങിട്ടാവും. പിള്ളേര് പതുക്കെ പതുക്കെ ആർത്ത് പിടിച്ച് പോകും. ഞങ്ങളിവിടെ എത്തിക്കണം കേട്ടോ. ആശ്വാസം. അതിർക്ക് കൊണ്ടുപോകുന്നൊന്നും തോന്നുന്നില്ല. അതർസ്ഥ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്ര മതി തന്നെ എൻ്റെ മനസ്സ് പറയണത് കേട്ടോ. നെതർ പോർട്ടൽ ഉണ്ടാക്കി വെക്കാം. ഉറപ്പാണ് നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ നെതറിക്ക് പോയിരിക്കും. നെതറിക്ക് പോണ സ്ഥലം ഉണ്ടാക്കണം വെച്ചുകൊണ്ട് കേട്ടോ. ഗോൾഡ് ഒരു പീസ് എടുത്ത് ഇനി നമുക്ക് ബൂട്ടോ ഹെൽമെറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ബൂട്ട് ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. ബൂട്ട് ഉണ്ടാക്കിക്കണം. അപ്പോൾ നമ്മൾ അതേപോലെ ബാക്കി ഡയമണ്ട് പഠിത്തം വെച്ചിട്ടോ. അഥവാ എന്തിനും പറ്റിയാലോ പോയില്ലേ, ഒക്കെ പോയി കജ്ജിന്ന് പോയി. അത് ഫുള്ള് കജ്ജിന്ന് പോകുന്നു കിഴിച്ചിട്ടോ. അല്ലാത്തും അതൊന്നും നല്ല നിങ്ങളുടെ കൊണ്ട് വെച്ച ക്യാമറയോടൊക്കെ വളരെ തുച്ഛമുള്ളൂ. തുച്ഛം. പിന്നെ നെതറിൽ വാട്ടറിൻ്റെ ആവശ്യമില്ല. വാട്ടറൊക്കെ കണ്ടു വെക്കുക. ഇതൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ. ഇനി നമ്മൾ കളയാൻ പാടില്ല. ചലഞ്ചുകൾ എന്തായാലും ആവശ്യം വരും എന്നെ എൻ്റെ മനസ്സ് പറയണത്. ആവശ്യം വരും. പിന്നെ ആവശ്യമില്ലാത്ത കുറപ്പുണ്ടായിരുന്നു. കുറച്ച് വിളിച്ചെറിയിട്ടുണ്ട്. വലിയ ഇതൊക്കെ പാടെ ഏമിച്ച് കൊണ്ടുപോകണം. എന്തിനാണ് നിൽക്കേണ്ട സാധനങ്ങൾ. അടുത്ത പാർട്ട് ആക്കണ്ട, നമുക്കിപ്പോൾ തന്നെ പോയേക്കാം. നമുക്കൊരു മിനിറ്റ് കട്ടെടുക്കാൻ ചിത്രം പോലുണ്ട്. ബ്ലോക്സ് ഉണ്ടായിക്കോട്ടെ. ഇതുണ്ടായിക്കോട്ടെ. ഇതാണ് കഴിഞ്ഞാൽ ഇതാണ് നമ്മളത് അങ്ങോട്ട് നെതർക്ക് നല്ല എത്തിയത്. നെതറ് ഇവിടെ ലാവിയും ഉണ്ട്, ചിന്തിയും ലാഭ വേണ്ട. പറഞ്ഞാൽ വേണ്ട. ഈ കത്തിട്ട് അമ്പലമായിട്ട് കഴിച്ചത്. നെതർക്ക് ആണെങ്കിൽ 4-5 വട്ടം മിച്ചം പോലെ വന്നു ഒക്കെ ചാവുന്നേ.
മുക്കാല് ചോനടോ തിരിച്ചു പോകുന്നതല്ലേ തീരെ ലൈഫില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ലൈഫില്ല. തിരിച്ചു പോവാം. നമ്മളങ്ങോട്ടാ ചന്ദ്രനെ കണ്ണിലെ എടുത്ത് കണ്ടുവിടും. ചന്ദ്രമേ കച്ചറേ നെതറുണ്ട്. ഞാൻ പലവട്ടം ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഇങ്ങനെ പുറത്തേക്കാണ് പോകുന്നത് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാം നമ്മളെ. ഈ എന്തൊരു കഷ്ടമാണ് പഠിച്ചോനെ. അപ്പം അതും നമുക്കൊന്ന് കടന്നു. രാവിലെ ആയോ? ഓഹോ, ഇന്ന് കുറച്ച് വേട്ടയുണ്ട്. നമുക്കിന്ന് പശുവിനെയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയേക്കാം. പശു വേണ്ട, പന്നിക്കൂടെ ഹറാമ കോടേജ് ഹറാമ. അതിനകത്ത് ഇട്ടിട്ടില്ല, വെട്ടിയിട്ടുള്ളൂ. കോമഡി കാണുന്നുണ്ട്. രണ്ട് വെട്ടി പശുക്കുട്ട. നമ്മൾ പശുവിനെ പിള്ളേരെ നമ്മൾ ഫാമും കാര്യങ്ങളൊക്കെ നടത്തിയാലോ? നിങ്ങൾ ഡൂ കമൻറ്റ്. ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയാലോ? പിന്നെ കുറച്ച് ഒരു കോഴി മതി, ഒരൊറ്റ കോഴി മതി. അല്ല പിന്നെ ഇന്നോടാ കളിക്കാൻ വന്നിട്ടുണ്ട്. കൊയ്യേ അതെ പനടക്കം കണ്ടോ? ബീഫ് കണ്ടോ? അടുത്ത ഒരൊറ്റ വെട്ടിനുള്ളൂ. നമുക്ക് വില്ലേജ് പോവാട്ടോ. നമുക്ക് നമ്മളെ പേരേക്ക് പോവാം. നമ്മളിവിടെ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ കാണിച്ചു തരുന്നു. അതായിരുന്നു രസം. പിന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ മാപ്പിൽ തന്നെ ഞാൻ തുടങ്ങി കേട്ടോ. എല്ലാതൊന്നും കാട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് കേട്ട സൗണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേട്ടുകൊണ്ട് അറിയില്ല കേട്ടോ. സൗണ്ട് കേട്ടുമെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയണമെന്നില്ല. വെറി വിളിച്ചല്ലെങ്കിൽ നമുക്ക് തടി കഷ്ണങ്ങളില്ല. തടി കഷ്ണമാണ് എന്തിനും മുഖ്യം. തടിയാണ് മുഖ്യം. അതൊക്കെ കേട്ടോ മരത്തിൻ്റെ അത്. ഞാൻ അപ്പം ചാവാകെ 2 ലൈഫ് ഒരു അമ്പ് കൊണ്ടാൽ ഞാൻ ചത്ത്. അപ്പോൾ നമുക്ക് തടിക്കഷ്ണം കിട്ടുന്നുണ്ടോ? ഇനി നമുക്ക് പോയിട്ട് ബീഫ് കഷ്ണം വെക്കാം. ആകെ ഇത്തിരി ലൈഫേ കാട്ടണം. ബീഫ് കഷ്ണം പന്നി കഷ്ണവും കോഴി കഷ്ണം ഒക്കെ ഉണ്ട് വെക്കാം. ഇത് പന്നി അത് ഞാൻ ചോറിന്
അതിന് കിട്ടിയതായി കാലം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊന്ന് വേവട്ടെ. പുറത്ത് മഴ ഇതൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിറയാനേ കാണും. നമുക്കിത് സ്ഥലം മാറിയിട്ട് വേറെ പെരയിട്ടുണ്ട്. ഇപ്പം തീരെ ശരിക്കില്ലാത്ത പോലെ ഇതങ്ങനെ ഉണ്ടാക്കിയെന്നല്ലേ ഈ കാണുന്നത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. അറിയൂല. നിങ്ങളെവിടെ നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? ഞാൻ ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇന്നാണ് തുടങ്ങിയത്. ഇന്ന് തുടങ്ങി ഇപ്പോൾ ഒരു എപ്പിസോഡ് കേട്ടില്ല. അത് ഇന്നലെ തുടങ്ങിക്കുന്നത്. കുറച്ചുകൂടി വേണ്ടോ മഴയൊക്കെ ആയി. ബീഫ് ഭക്ഷണം ഫുള്ളായിക്കണം. അത് നമുക്ക് പോർക്ക് ഭക്ഷണം വെക്കാം. പോർക്ക് വെച്ചിട്ടാണ് ഇവിടെ കോഴി കഷ്ണം വെക്കാൻ. ഇവിടെ നമുക്ക് മറ്റു സാധനം